വീനാസ് കറിവേളിൽ കണ്ട് ഇൻസ്പയർ ചെയ്തിട്ട് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ബിയാസ് കിച്ചൻ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നിങ്ങൾക്കായി സിമ്പിളായ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം ഉപയോഗിച്ച് നമുക്ക് കസ്റ്റാർഡ് പൗഡർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇന്ന് സിമ്പിളായി ഈ ഐറ്റം ഉണ്ടാക്കിയതിന് ശേഷം നമുക്കൊരു വ്ളോഗ് വാച്ച് ചെയ്യാം കേട്ടോ. വ്ളോഗ് കൂടി ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ഈ സിമ്പിളായ ഐറ്റം മാത്രം ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇന്ന് കസ്റ്റാർഡ് പൗഡർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് മെയിനായി ഉപയോഗിച്ചിരിക്കുന്നത് 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് കോൺ പൗഡർ, 1/4 കപ്പ് മിൽക്ക് പൗഡർ. യെല്ലോ ഫുഡ് കളറാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വാനില എസൻസും ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മെഷർ കപ്പ് ഉപയോഗിച്ചാണ് ഷുഗർ മെഷർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 1/4 കപ്പ് മെഷർ ചെയ്താണ് മറ്റ് 2 ഐറ്റംസ് എടുത്തിരിക്കുന്നത്. കോൺ പൗഡറും മിൽക്ക് പൗഡറും എടുക്കുമ്പോൾ ഈക്വലായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. എപ്പോഴും ഈ ഇൻഗ്രീഡിയൻസ് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ഷുഗർ കൂടുതലായിട്ട് എടുക്കേണ്ടതാണ്. 1 കപ്പ് വെച്ചാണ് മിൽക്ക് പൗഡർ കോൺ പൗഡർ എടുക്കുന്നതെങ്കിൽ ഷുഗർ 2 കപ്പ് എടുക്കണം. എങ്കിലേ കസ്റ്റാർഡ് പൗഡർ കുക്ക് ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസി കറക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു ബ്ലെൻഡർ എടുത്തിട്ട് അതിൽ പഞ്ചസാര നമുക്ക് നല്ലപോലെ പൊടിച്ചെടുക്കണം. ഈ പഞ്ചസാര പൊടിക്കുന്നതോടൊപ്പം കോൺ പൗഡറും മിൽക്ക് പൗഡറും ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം കുറച്ച് മതി കളർ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതിനേക്കാൾ കൂടുതൽ അളവിലാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വാനില എസൻസിൻ്റെ എമൗണ്ട് കൂട്ടിക്കൊടുക്കണം. കളറും അല്പം കൂടി കൂട്ടിക്കൊടുക്കാം. പിന്നെ നമുക്ക് ഇത് പല ഫ്ലേവറിലും കസ്റ്റാർഡ് പൗഡർ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാനിവിടെ വാനില എസൻസ് ചേർത്താണ് ചെയ്യുന്നത്. ഇതുപോലെ ഏത് ഫ്ലേവറിലുമാണോ നമുക്ക് ഇഷ്ടമുള്ളത് ആ ഫ്ലേവർ ചേർത്ത് ചെയ്യാവുന്നതാണ്. കളർ വേണമെങ്കിൽ ചേർത്താൽ മതി. ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതിനെല്ലാം കളർ ആഡ് ചെയ്തിട്ടാണല്ലോ നമുക്ക് കിട്ടുന്നത്. 3 ഐറ്റംസ് ഞാൻ ബ്ലെൻഡറിൽ നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം ഫ്ലേവറിൽ തന്നെ ഈ കളറ് കറക്റ്റിൽ തന്നെ കിട്ടുന്നുണ്ടോ എന്നറിയാൻ ചെറിയൊരു പരീക്ഷണം നടത്തി നോക്കാം. കടയിൽ നിന്ന് മേടിക്കുന്ന കസ്റ്റാർഡ് പൗഡർ കറക്റ്റിൽ നല്ല വൈറ്റ് കളറായിട്ടല്ലേ കിട്ടുന്നത്. നമ്മൾ അതിൽ വെള്ളം ചേർക്കുമ്പോൾ മിൽക്ക് ആഡ് ചെയ്യുമ്പോഴാണത് യെല്ലോ കളറായി തീരുന്നത്. അപ്പോൾ കറക്റ്റ് അതുപോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി ഈ ക്വാണ്ടിറ്റിയിൽ തന്നെ 500 ml മിൽക്കിന് 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്താൽ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ സിമ്പിൾ റെസിപ്പി കസ്റ്റാർഡ് പൗഡർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വീണയുമായുള്ള ഒരു ചെറിയ വ്ളോഗിലോട്ട് കിടക്കാം. കഴിഞ്ഞ വെക്കേഷനിൽ നാട്ടിൽ പോയപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും വീണയെ മീറ്റ് ചെയ്തിരുന്നു. ഓഗസ്റ്റിലാണ് ഞങ്ങൾ തമ്മിൽ കണ്ടത്. വളരെ സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു. വീണയുടെ വീട്ടിൽ 1 മണിക്കൂറിൽ കൂടുതൽ സ്പെൻഡ് ചെയ്തു. പക്ഷേ സമയം പോയതെന്ന് അറിഞ്ഞില്ല. നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ വീണയുമായുള്ള നിമിഷങ്ങൾ വളരെ രസകരമായിരുന്നു. എൻ്റെ നാട്ടുകാരിയും സഹപാഠിയുമാണ് വീനാസ് കറിവേൾഡ് എന്ന യൂട്യൂബർ വീണജൻ. എൻ്റെ ഫ്രണ്ട് വീണ, ഞങ്ങൾ ഒരുമിച്ച് 3 വർഷം പഠിച്ചതാണ്. എന്റെ കൂടെ പഠിച്ചവരുണ്ട്. എന്റെ കൂടെ 1ാം ക്ലാസ് മുതൽ പഠിച്ചവരുണ്ട്. ഷൈനി, മിനി, ഷിജി, നന്ദ ഏത് ക്ലാസ്സിലാ പഠിക്കണേ? ഏത് ക്ലാസ്സിലാ പഠിക്കണേ? പറയേ. പറയടാ. മോനോ? അമ്മക്കുട്ടി.
ബൈ ബൈ. സ്വപ്നം കണ്ടിട്ടുണ്ട് ആക്ച്വലി. നമ്മുടെ വീണ ഞങ്ങൾക്ക് കുറേ ഒരുപാട് വിഭവങ്ങളായിട്ടാണ്. ഞാൻ ഉണ്ടാക്കിയതല്ല. വീനാസ് കറിവേളിൽ കണ്ട് ഇൻസ്പയർ ചെയ്തിട്ട് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ബിയാസ് കിച്ചൻ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം. സപ്പോർട്ട് ചെയ്യാം. ഓക്കെ എല്ലാവരും